അതോട്ടാ കടുപ്പത്തില് 3 ചായ. പെണ്ണ് കാണാൻ പോയിട്ട് തല്ലുണ്ടാക്കിയിട്ട് വന്ന മട്ടുണ്ടല്ലോ. തല്ലു കൊടുക്കേണ്ട കേസാ. കളി തെറിച്ചു വന്നതാ. പക്ഷെ നമുക്കില്ലൊരു ഡീസൻസി. നീയൊക്കെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാം അടിച്ച് നിരപ്പാക്കിയാണ് ഞാൻ. ഇതുകൊണ്ടൊക്കെ തന്നെയാ പെണ്ണ് കിട്ടാത്തത്. ഈ സ്വഭാവം അറിഞ്ഞൊരാൾ വരണ്ടേ? എടാ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, ചിലപ്പോ പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതിന് അടിച്ചു നിരപ്പാക്കിയിട്ട് എന്താ കാര്യം? അതൊന്നുമല്ല മാധവേട്ടാ. എന്തായാലും ഞാൻ കൂടെ വരാത്തതിന്റെ ഭവിഷ്യത്തെ എനിക്ക് ഇപ്പൊ മനസ്സിലായോ? എന്താടാ പുട്ടാ ഈ പെണ്ണും കരഞ്ഞു കാണിച്ചോ? അതിന് പെണ്ണിനൊന്ന് കണ്ടിട്ട് വേണ്ടേ? അപ്പോഴേക്കും തുടങ്ങിയില്ലേ പുകില്. ഇവന് ഒരു വിധത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ രാമൻകുട്ടിയുടെ ഏർപ്പാട് ഇതോടെ തീർന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു? ഇതുവരെ കണ്ട 49 മുടങ്ങിയത് എന്റെ കുറ്റം കൊണ്ടാണോ? വിഷമിക്കണ്ട, നമുക്ക് മറ്റൊന്ന് നോക്കാം. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം, അപ്പൂട്ടന്റെ 50ാമത്തെ ആലോചന, അത് നടക്കും. ഇവൻ ബ്രോക്കർ പീസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കും. അപ്പുട്ടാ, ഇനി ജാതകവും ജാതിയും മതം ഒന്നും നോക്കണ്ട. നീ വിളിച്ച താമരക്കുളത്ത് ഇറങ്ങി വരാത്ത ഏത് പെണ്ണടുള്ളേ? വിളിക്കണ്ടേ? എന്താടാ പുട്ട അവിടെ നടന്നേ? ആ പെണ്ണിന്റെ തന്ത പറട്ട കളവൻ പറയാ ഞാൻ കള്ളുകൂടിയനാണ്, തെമ്മാടിയാണ്, താൻ തോന്നിയാണെന്ന്. ശരിയല്ലേ? ആരോ കൊണ്ട് കൊളുത്തി കൊടുത്തതായിരിക്കും. അപ്പുട്ടാ, ആളെ പിടികിട്ടി. ആ അച്യുതൻ നമ്പ്യാരാ ഈ കല്യാണം മുടക്കിയത്. ആ എന്നാലൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. വരണ വണ്ടിയില്. ആ, ഇന്നത്തെ ഒഴിച്ചിലിനുള്ള വകയായി. ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. ആരായിരിക്കും ഈ 50ാമത്തെ പെണ്ണ്? എന്തായാലും നീ ആയിരിക്കില്ല. അപ്പൊ ആ കല്യാണവും മുടങ്ങിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ തെമ്മാടിയും കള്ളുകൂടിയനാണെന്നൊക്കെ താൻ പറഞ്ഞല്ലോ. പറഞ്ഞതിനെന്താ? നീ കള്ളു കുടിക്കില്ലേ? അത്യാവശ്യം തെമ്മാടിത്തരവും കയ്യിലില്ലേ? അന്ന് നീ സ്റ്റേജ് വെച്ച് പ്രസംഗിച്ചതെന്താ? നമ്പ്യാർക്ക് പണമുണ്ടായാൽ പട്ടിക്ക് രോമം കിളുത്ത മാതിരിയാണെന്ന്. പൊന്നും മോനെ, അതിനൊരു തിരിച്ചടി ഞാൻ തരണ്ടേ? കല്യാണം ഞാൻ മുടക്കിയതാ. നമ്പ്യാരെ വാക്കിനും നാട്ടാറ് വിലകൽപ്പിക്കുമെന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ചെറ്റ് തന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരാടൂ. തന്റെ മകനൊരുത്തിന് അമേരിക്കയിലുണ്ടല്ലോ, അവന്റെ കല്യാണം നടക്കുന്നു കാണട്ടെ. ഈ പഞ്ചായത്ത് നിന്നല്ല, ജില്ലയിൽ നിന്നല്ല, ഈ സംസ്ഥാനത്ത് നിന്ന് അവൻ കെട്ടൂല. അവന്റെ കല്യാണം നടക്കുന്നത് നമുക്കൊന്ന് കാണണമല്ലോ. ആ ഇപ്പഴേ അടിച്ചേക്കാ പുട്ട. നമ്പ്യാരുടെ മോ അമേരിക്കയിൽ ഒരു മദാമെ കെട്ടിയെന്ന് ചായക്കട വരുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. മദാമനെ കെട്ടിന്ന് മാത്രല്ല, സ്ത്രീധനായിട്ട് ഏറ്റവും കിട്ടിയിട്ടുണ്ടെന്ന് പരസ്യപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റു. എരപ്പകളെ, നിനക്കൊന്നും നമ്പ്യാരെ ശരിക്കറിയില്ല. അറിയാടോ, നല്ലോണം അറിയാം. പണ്ട് തന്നെ കാരണവന്മാര് കൊട്ടാരം വീട്ടിലെ പണിക്കാരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ചോറ് കഴിച്ച തന്നെ ആളായതെന്നും കേട്ടിട്ടുണ്ട്. ആ കൊട്ടാരം വീടിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്താ ആളുകളെ കൂട്ടി വന്ന് ഭീഷണിപ്പെടുത്തുക? ഇതൊരു മുന്നറിയിപ്പ് മാത്രം. ഇനി അപ്പൂട്ടനെ പറ്റി അപവാദം പറഞ്ഞു കിടന്ന കോഴിക്കാടനെ കോഴിമുട്ട പൊരിക്കുന്ന പോലെ പൊരിക്കും ഞാൻ. എന്താടി? അഡ്മിഷൻ കിട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ. എൻട്രൻസിന് നല്ല മാർക്ക് കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് അഡ്മിഷൻ ശരിയാവുമെന്ന്. എന്റെ ഭഗവതി, നീ കേട്ടതൊക്കെ നേരാണോ? ഒക്കെ കാവിലമ്മയുടെ അനുഗ്രഹ. അപ്പൂട്ടന്റെ അനുഗ്രഹമാണെന്ന് പറയാമേ. ഇന്നാണല്ലേ അമ്പിളിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ. തിരക്കിനിടയിൽ ഞാനതങ്ങ് മറന്നു. മോളെ, അപ്പൂട്ടനോട് അനുഗ്രഹം വാങ്ങിക്കേ. അയ്യോ, എന്താ ഇതിന് മാത്രമുള്ള യോഗ്യതയൊന്നും അപ്പൂട്ടനില്ല. ഉണ്ട്, പ്രത്യേകിച്ച് അമ്പിളിയുടെ കാര്യത്തിൽ. നീ തന്നെ പറ മോളെ. ഓർമ്മയുണ്ടാവോ എന്തോ, ഇവിടുത്തെ അമ്മയുടെ 2ാം ആണ്ടിന് അന്നദാനവും പാവപ്പെട്ട കുട്ടികൾക്ക് പുതുവസ്ത്രവും ബുക്കും സ്ലേറ്റും പെൻസിലും ഒക്കെ വിതരണം ചെയ്ത ദിവസം. അന്ന് അവിടുത്തെ കൈകൊണ്ട് തന്ന സ്ലേറ്റില ഞാൻ ആദ്യാക്ഷരം കുറിച്ച് പഠിച്ചത്. ഇപ്പൊ എനിക്കൊരു 2ാം ജന്മം കൂടി. അതൊന്നും ഞാൻ ഓർക്കണില്ല. എന്തായാലും അമ്പിളി പഠിച്ച് വലിയ നിലയിലെത്തണം. എത്തും. പോയി വരട്ടെ സാർ. എന്താ വിളിച്ചത്? സാറെന്നോ? വേണ്ട, നാട്ടിലെല്ലാരും വിളിക്കുന്ന പോലെ അപ്പൂട്ടാന്ന് വിളിച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ആ മണിയാ, എന്തോ ഒരു 5000 രൂപ എടുത്തോണ്ട് വാ. അയ്യോ, ഇപ്പൊ വേണ്ട. അപ്പൂട്ടൻ തന്ന പണം കയ്യിലുണ്ട്. അത് ഇന്ന് കുറെ രാവുണ്ണിയായിട്ട് അടിച്ചു മാറ്റിയില്ലേ? അത് ഞാൻ ആടിനെ വിറ്റ് ചേർത്ത് വെച്ചിട്ടുണ്ട്.
അതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താവശ്യമുണ്ടല്ലോ എന്നോട് പറയണമെന്ന്. എന്താ വാങ്ങിയേച്ചി, ഒരു വഴിക്ക് പോകുമ്പോ ആവശ്യത്തിന് പണം കരുതിയിരിക്കണം. പിന്നെ അമ്പിളി, വലിയ പണക്കാരുടെ മക്കളൊക്കെ ആയിരിക്കും കൂടെ പഠിക്കുക. അവരുടെ പത്രാസിന് മുന്നില് പണമില്ലാന്ന് പറഞ്ഞ് ഒട്ടും താഴരുത്. പണം ആവശ്യമുള്ളപ്പോഴൊക്കെ അപ്പൂട്ടിന് എത്തിച്ചിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, കോളേജിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, പുതിയതായി ചെല്ലുന്ന കുട്ടികൾ ഉപദ്രവിക്കുക എന്നൊക്കെ, എന്താടാ മണിയാന് പറയാ? അത് റാങ്കിങ്. റാഗിങ്. അത് തന്നെ. ഇനി അങ്ങനെ വല്ല ഉപദ്രവം ഉണ്ടെങ്കിൽ അതും അപ്പൂട്ടിനോട് പറയാൻ മടിക്കണ്ട. ശരിയാ, താമരക്കുളത്തും പരിസരത്തുമല്ലേ നമ്മൾ അടിയുണ്ടാക്കിയിട്ടുള്ളൂ. ടൗണിൽ വന്ന് അടിയുണ്ടാക്കാനുള്ള ഒരു അവസരം അമ്പലി ഉണ്ടാക്കി തരണം. ഒന്ന് ചുമ്മാതിരിക്ക, വെറുതെ ആ കുട്ടിയെ പേടിപ്പിക്കാതെ. അങ്ങനെയൊന്നുമല്ല, താമരക്കുളത്തെ കുട്ടിക്കൊരു നാഥനില്ല എന്നുള്ള പേടി വേണ്ടെന്ന് പറയായിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ട്. എന്നാ ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് കൂട്ടിന് മാധവേട്ടനെയും സരോനി ചേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരും ഒപ്പം ഉണ്ടാവും. ശരി. കഷ്ടം അവരുടെ കാര്യം. സ്വന്തം മോളെ കോളേജിൽ ചേർക്കാനെങ്കിൽ അച്ഛൻ കൂടെ പോണ്ടതല്ലേ. ഓൻ പോവാണ്ടിരിക്കാന്നല്ലേ ഉള്ളകൂടെ പിടിച്ചരച്ചുണ്ടോ? ഓനെ അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. ശരിയാ, അമ്പിളിയുടെ മുഖത്ത് ആ പേടിയും വിഷമൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാ എന്റെ മോള് വീട് വിട്ടു നിൽക്കുന്നത്. അനിയത്തിയെ പിരിഞ്ഞൊരു അന്തി അവൾക്ക് നിൽക്കാനാവില്ല. ഈ ഹോം സിക്നസ് ഒക്കെ 1-2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാ പിന്നെ അടിപൊളിയല്ലേ. ഇവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ. സ്വന്തം അനുജത്തിയെ പോലെ നോക്കണം. അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ. അടുത്തവണ നിങ്ങൾ വരുമ്പോ അമ്പിളി ഒരു പുതിയ ആളായിരിക്കും. അമ്പിളി നന്നായി പഠിച്ച് മിടിക്കാവണം. എന്നാ പോട്ടെ മോളെ. വരട്ടെ. മാധവേട്ട, എന്താ അമ്പിളി? അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ. അച്ഛൻ? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇതൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. ആ വലിയ മനസ്സിന്റെ മുമ്പില് എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. മാധവേട്ടൻ പറയണം, നന്ദിയുണ്ട്. ഒരു വാക്കുകൊണ്ട് തീരണതല്ല അത്. ഞാൻ കത്തയക്കുന്നുണ്ട്. ഒരുപാട് ജോലി തിരക്കുള്ള ആളല്ലേ, എന്നാലും മറുപടി അയക്കാൻ പറയണം. പറയാം. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ, ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ആ വ്യക്തിത്വവും സ്വഭാവ മഹിമയും എനിക്ക് മറക്കാനാവുന്നില്ല. മറക്കില്ല. കൂട്ടുകാരികളോടൊക്കെ ഞാൻ എന്റെ സ്പോൺസറെ പറ്റി പറഞ്ഞു. എല്ലാവരും വിശാലഹൃദയനായ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു. കോളേജിൽ ഒന്ന് വരണം, ഉപേക്ഷ വിചാരിക്കരുത്. ക്ലാസ് തുടങ്ങി ഞാൻ നന്നായി പഠിക്കുന്നു. എന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട്. അതെനിക്ക് വല്ലാത്ത ആവേശവും പ്രോത്സാഹനവും നൽകുന്നു. അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്പിളിക്ക് കഴിയുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. സ്നേഹപൂർവം അമ്പിളി. 46. എന്തോന്ന് 46? 46ാമത്തെ പ്രാവശ്യമാണ് അമ്പിളിയുടെ കത്ത് വായിക്കുന്നതെന്ന്. ഓരോ തവണ വായിക്കുമ്പോഴും അമ്പിളിയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ തെളിഞ്ഞെളിഞ്ഞു വരികയല്ലേ. കത്തിന്റെ തുടക്കം എങ്ങനെ മണിയെ? സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കുത്ത് കുത്ത് കുത്ത്. ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെയും കുത്ത് കുത്ത് കുത്ത്. വല്ലതും പിടി കിട്ടിയോ? കിട്ടി. ഈ കുത്തൂത്തിനകത്താണ് അമ്പിളിയുടെ ഹൃദയം തുറന്നു കിടക്കുന്നത്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതൊന്നും ആയിരിക്കില്ല. രാവുണ്ണിയുടെ ഇടിയും കുത്തും കൊണ്ട് വളർന്നതല്ലേ. ആ കുത്തൊക്കെ അമ്പിളി കത്തിലിട്ടിരിക്കുക. ശരി, സമ്മതിച്ചു. ദിവസം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ആ രൂപം, അതായത് ആ കിടക്കണ രൂപം മനസ്സിൽ ധ്യാനിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായില്ല. അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോരുമ്പോ അമ്പിളിയുടെ ഒരു രീതിയും ഭാവവും കണ്ടപ്പോഴേ ഞാൻ തീർച്ചപ്പെടുത്തിയതാ. ഇപ്പൊ കത്തും കൂടി വായിച്ചു കേട്ടപ്പോ ഉറപ്പായി അമ്പിളി അപ്പൂട്ടനെ സ്നേഹിക്കുന്നു. എന്താ പൂട്ടാ ഒന്നും മിണ്ടാത്ത? എങ്ങനെ മിണ്ടാൻ? പുയ്യാപ്പളിന്റെ മനസ്സല്ലേ. അപ്പോഴേക്കും പുയ്യാപ്പളിന്റെ മനസ്സിനകത്തൊരു ചീറ്റല്. അപ്പോഴേക്കും പുയ്യാപ്പളിന്റെ മനസ്സിനകത്തൊരു ചീറ്റല്. എന്തൊക്കെയാണ് അവൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. അത് തെറ്റാണ്. മുളയിലെ നുള്ളണം. ഒരു പുണ്യാളെ. അതെ, പെൺകുട്ടികൾക്ക് ചിലപ്പോ തെറ്റ് പറ്റിയെന്ന് വരും. അത് തിരുത്തേണ്ടതേ നമ്മൾ വലിയവരുടെ ചുമതലയാ. പ്രേമം എന്നൊക്കെ പറഞ്ഞ എന്താ കുട്ടികളിയാ? നമ്മൾ നാളെ തന്നെ കോളേജിൽ പോകുന്നു. എന്തിനാടാ? അവളെ ഉപദേശിക്കണം. ഇപ്പോഴേ പ്രേമവും സ്നേഹവും ഒക്കെ തുടങ്ങിയ അമ്പിളിയുടെ പഠിത്തത്തെ ബാധിക്കില്ലേ?
ഇപ്പൊ തന്നെ 15,000 രൂപ കഴിഞ്ഞു. ഇനി എത്രയാവുന്നൊരു നിശ്ചയില്ല. അതിനിടയ്ക്ക് ആ പ്രേമം. ഇതാ വെറുതെ കള്ളിന്റെ പുറത്ത് പറയുക. അല്ല, സ്വഭാവത്തോടെയാ. നാളെ നമ്മൾ അമ്പിളിയെ കാണാൻ പോകുന്നു.